എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, സ്വന്തം കുടുംബത്തിൽ തന്നെ ഉള്ളവർ നിങ്ങളെ ചതിച്ചാൽ എന്ത് ചെയ്യും? ഇന്ന് ഞാനൊരു കഥ പറയട്ടെ. ജേക്കബ് എന്നൊരു ചെറുപ്പക്കാരൻ്റെ കഥ. അവൻ 4 മക്കളിൽ ഏറ്റവും ഇളയവനായ മകനാണ്. അപ്പനെ ഏറ്റവും അധികം സ്നേഹിച്ചതും നോക്കിയതും പരിപാലിച്ചതും എല്ലാം ഈ ഇളയ മകനായ ജേക്കബായിരുന്നു. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അപ്പനെ കൂടുന്നു പരിപാലിച്ചു. എന്നാൽ ഒരു ദിവസം അപ്പം മരിച്ചു. സ്വത്തുവകകൾ വീതം വെക്കാൻ സമയമായി. 4 മക്കൾക്ക് 4 ഭാഗം. എന്നാൽ ചേട്ടന്മാർ കള്ളരേഖകൾ ഉണ്ടാക്കി ജേക്കബിന്റെ ഓഹരികൾ കൂടി കൈക്കലാക്കി. അപ്പനെല്ലാം ഞങ്ങൾക്ക് എഴുതി തന്നു എന്ന് കള്ളം പറഞ്ഞു. ജേക്കബിന് വീടില്ലാതെയായി. ഭാര്യയും കുഞ്ഞുങ്ങളുമായി വാടക വീട്ടിലേക്ക് മാറേണ്ടി വന്നു. ബന്ധുക്കളെല്ലാം ചേട്ടന്മാരുടെ പക്ഷത്തായി. ജേക്കബ് അവനൊരു കുഴപ്പക്കാരനാണെന്ന് എല്ലാവരും പറഞ്ഞുണ്ടാക്കി. പാവം ജേക്കബ്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടി. ജോലിയും അവനില്ലാതെ പട്ടിണിയും ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടി. ഇനി മുമ്പോട്ട് എങ്ങനെ ജീവിക്കും? ഇങ്ങനെയൊക്കെ ചിന്തിച്ചു അവൻ ആ രാത്രിയിൽ മുട്ടുകുത്തി എന്നോട് പ്രകാരം പ്രാർത്ഥിച്ചു: യേശുവേ ദൈവപുത്ര, എന്തിനാണ് ദൈവം എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? അവൻ ആത്മഹത്യത്തെക്കുറിച്ച് പോലും ചിന്തിച്ചു. അപ്പോൾ അവന്റെ ഹൃദയത്തിൽ ഇപ്രകാരം ഞാൻ മന്ത്രിച്ചു: മകനെ, നീ ദാവീദിനെ ഓർക്കുക. സ്വന്തം കുടുംബം അവനെ അവഗണിച്ചു. അപ്പോൾ ഞാൻ അവനെ രാജാവാക്കി. എൻ്റെ കുഞ്ഞെ, നീ തളരരുത്. നീ എന്നിൽ പ്രത്യാശ വെക്കൂ. മകനെ, ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. അത് ജീവിതത്തിൽ നിന്നൊരു ഒളിച്ചോട്ടമാണ്. നീ എല്ലാവർക്കും മുമ്പിൽ ജീവിച്ചു കാണിച്ചു കൊടുക്കും. നീ തളരരുത്. നീ എന്നിലേക്ക് നോക്കൂ മകനെ, ഞാനുണ്ട്. ജേക്കബ് തളർന്നില്ല. അവൻ അവിടെ നിന്ന് ഒരു ഉറച്ച തീരുമാനത്തിലെത്തി. അങ്ങനെ ഒരുപാട് പരിശ്രമങ്ങൾക്കൊടുവിൽ അവനൊരു ജോലി ലഭിച്ചു. പെട്രോൾ പമ്പിൽ ജോലി ലഭിച്ചു. അവന്റെ സത്യസന്ധത കണ്ട് അതിന്റെ ഉടമ അവനെ അതിന്റെ മാനേജറാക്കി. 3 വർഷങ്ങൾക്ക് ശേഷം ജേക്കബ് സ്വന്തമായി 4 പെട്രോൾ പമ്പുകൾ വാങ്ങി. പിന്നീട് അവൻ സ്വന്തമായി ബിസിനസ്സുകൾ തുടങ്ങി. നല്ലൊരു വീടും സ്വന്തമാക്കി. അങ്ങനെ ഞാൻ അവനെ അനുഗ്രഹിച്ചു. ചുരുക്കി പറഞ്ഞ ചേട്ടന്മാരെക്കാൾ സമ്പന്നൻ. ചേട്ടന്മാരെ കാര്യം പറയുകയാണെങ്കിൽ മോഷ്ടിച്ച സ്വത്തുവകകൾ കോടതിയിൽ കുടുങ്ങി. ഒരു ചേട്ടൻ രോഗി, മറ്റേ ചേട്ടന് കടവും കൂടി. എല്ലാവരും തിരികെ ജേക്കബിനെ തേടി വന്നു. ചെയ്ത തെറ്റ് ഏറ്റുപറഞ്ഞ് ക്ഷമാപണം നടത്തി. ജേക്കബ് അവരോട് ക്ഷമിച്ചു. ചേട്ടന്മാർക്കുള്ള ചികിത്സയ്ക്ക് പണം അവൻ കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? കള്ളത്തരത്തിലൂടെയും കാപട്യത്തിലൂടെയും നേടുന്ന നേട്ടം ഒരിക്കലും ശാശ്വതമല്ല. സത്യസന്ധമായി മാത്രം ജീവിക്കുക.